വിശ്വാസം പതറിടുമ്പോൾ ആശ്വാസം പകർന്നിടുന്ന യേശുവിനെ വിളിച്ചിടുന്നു. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, മുൻ പറഞ്ഞ ദൈവവചന പ്രഘോഷണത്തിൽ നമ്മൾ കേട്ടത് പരിപൂർണനാക്കപ്പെട്ട യേശുവിനെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷ ലഭിക്കും എന്നതിനെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങളായിരുന്നു. തുടർന്ന് നാം കേൾക്കാൻ പോകുന്നത് ദൈവം ഒരുക്കിയ നിത്യരക്ഷ പ്രാപിക്കുന്നതിന് യേശു വഴി നൽകപ്പെട്ട സുവിശേഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. റോമാലേഖനം 1-ാം അധ്യായം 16-17 വചനങ്ങൾ നമുക്ക് കേൾക്കാം. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഈ വചനം ഒന്ന് ധ്യാനിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 16-17 വചനങ്ങൾ. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ലെന്ന് സങ്കീർത്തനം 34:5 പറയുന്നത്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ലെന്ന്. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയുമ്പോൾ കർത്താവായ യേശുവിനെ നോക്കിയവർ ലജ്ജിതരാവുകയില്ലെന്നാണ് പറഞ്ഞത്. കർത്താവായ യേശുവിനെ നമുക്ക് എങ്ങനെ നോക്കാൻ സാധിക്കുന്നത്? വചനത്തിലൂടെയാണ് കർത്താവായ യേശുവിനെ നോക്കാൻ സാധിക്കുന്നത്. വചനത്തിൽ നമ്മൾ കർത്താവായ യേശുവിനെ കാണുമ്പോൾ അവിടുന്ന് പറയുകയാണ്, നീ പോകുന്ന വഴികൾ ശരിയല്ല, നിൻ്റെ ജീവിതത്തിൻ്റെ മാർഗരേഖ തെറ്റാണ്, അത് തിരുത്തണം എന്ന് വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്. അത് തിരുത്താനും ആ തെറ്റിന് സമൂലം ഒരു തിരുത്തൽ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ലജ്ജിക്കേണ്ടതായിട്ട് വരില്ല. ദൈവത്തിന് മുമ്പിൽ നിൽക്കാനും സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കാനും നമുക്ക് ലജ്ജിതരാകേണ്ടി വരില്ല. അതുകൊണ്ടാണ് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാകുകയില്ലെന്ന് വചനത്തിലൂടെ പറഞ്ഞത്. തുടർന്ന് 119:6 പറയുന്നുണ്ട്, അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടിയുറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല. അപ്പോൾ നമ്മൾ കർത്താവായ യേശുവിൻ്റെ കൽപ്പനകൾ ഉൾക്കൊള്ളുന്നതായ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൃഷ്ടിയുറപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വിശുദ്ധ വചനത്തിനനുസൃതമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലജ്ജിതരാകേണ്ടി വരില്ല. നമ്മൾ പലപ്പോഴും പലയിടത്തും ലജ്ജിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം വചനത്തിന് എതിരായിട്ടുള്ള പെരുമാറ്റ രീതി കൊണ്ടാണ് മക്കളെ. അത് നമ്മളൊന്ന് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറായാൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണ് തിരുവചനം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിനെക്കുറിച്ച് അപ്പോസ്തലപ്രവർത്തനം 16:31 പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പൊതുവചനമാണത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ രക്ഷയില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശുവിലുള്ള വിശ്വാസക്കുറവാണ്. സക്കേവൂസിൻ്റെ ഭവനത്തിൽ കർത്താവ് ചെന്ന് കഴിഞ്ഞപ്പോൾ സക്കേവൂസ് കർത്താവിനെ കണ്ടപ്പോൾ തന്നെ, കർത്താവിനെ നോക്കിയപ്പോൾ തന്നെ അയാളുടെ ഹൃദയം പ്രകാശിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? അയാളുടെ തെറ്റെല്ലാം, അയാളുടെ ഹൃദയത്തിലുള്ള തെറ്റുകളെല്ലാം ദൈവം കാണിച്ചു കൊടുത്തു. എന്തൊക്കെയായിരുന്നു തെറ്റ്? അയാൾ തന്നെ ഏറ്റുപറയുന്നുണ്ട്. അയാളുടെ ഹൃദയത്തിലുള്ള തെറ്റുകളെല്ലാം അയാൾക്ക് ദൈവം കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ എടുത്തു പറയുവാണ്, ഞാൻ കാണുന്നു എന്നിലുള്ള തെറ്റ്, ഞാൻ പലരുടെ അടുത്തു നിന്ന് പിടിച്ചു പറിച്ച് വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. കൊണ്ടാ അപ്പോൾ അയാളുടെ തെറ്റ് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. അതുപോലെയുള്ള വേറെ 1-2 തെറ്റുകൂടെ അയാൾ പറയുന്നുണ്ട്. അതെല്ലാം അയാൾക്ക് വെളിപ്പെട്ട് കിട്ടിയപ്പോൾ അയാൾ കർത്താവിൻ്റെ മുമ്പിൽ ഇത് ഏറ്റുപറയുകയാണ്, പരസ്യ കുമ്പസാരം നടത്തുകയാണ്. ഒറ്റ പ്രാവശ്യം അയാൾ കുമ്പസാരിച്ചുള്ളൂ. അപ്പോൾ കർത്താവായ യേശു വിളിച്ചു പറയുവാണ്, എന്താണ്? ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അതുതന്നെയാണ് അപ്പോസ്തലന്മാർ ജയിലറിൽ കിടന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജയിലർ, അതായത് ഇന്നത്തെ സൂപ്രണ്ട് ഓഫ്
പോലീസിന് തുല്യനായൊരു വ്യക്തി, ജയിൽവാസികളെ നിയന്ത്രിക്കുന്ന സൂപ്രണ്ട്, ജയിൽ സൂപ്രണ്ട് ഉടനെ വന്ന് പൗലോസിൻ്റെ കാൽക്കൽ വീണ് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം രക്ഷ പ്രാപിക്കാൻ? അപ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞതാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മോടും അതുതന്നെയാണ് അപ്പസ്തലന്മാർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് വചനത്തിലൂടെ. നിങ്ങളെല്ലാവരും കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നിങ്ങളുടെ കുടുംബം നിങ്ങളും രക്ഷ പ്രാപിക്കും. പ്രൈസ് ലോർഡ്. തുടർന്ന് ദൈവശക്തിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. എന്താണ്? രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തി എന്ന്. ആ ദൈവശക്തി എവിടെയാണ് കുടികൊള്ളുന്നതെന്ന് യോഹന്നാൻ്റെ വിശേഷം 6:63 പറയുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവായ യേശു പറഞ്ഞതായ വചനങ്ങളിൽ എന്തെല്ലാം കുടികൊള്ളുമെന്ന് യേശു തന്നെ പറയുന്നുണ്ട്. ആത്മാവ്, ദൈവാത്മാവും, ജീവൻ, നിത്യജീവൻ. ദൈവാത്മാവും നിത്യജീവനും അതിലുള്ളത്. ആ ദൈവാത്മാവും നിത്യജീവനും അതിലുള്ളത് കൊണ്ടാണ് പിതാവായ ദൈവം തൻ്റെ പ്രവൃത്തികളെല്ലാം അതുമൂലം നിർവഹിക്കുന്നതെന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 42:15 പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം നിർവഹിക്കുന്നത് വിശുദ്ധ വചനം വഴിയാണ്. അപ്പോൾ നമ്മളും ദൈവത്തിൻ്റെ ശക്തിയാകുന്ന വചനം ഉപയോഗിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളിലും പരിശുദ്ധാത്മാവ് പ്രവേശിക്കും, നിത്യജീവൻ പ്രവേശിക്കും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. തുടർന്ന് അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. ഏതിൽ? വചനത്തിൽ. അതിനെക്കുറിച്ചാണ് യോഹന്നാന്റെ വിശേഷം 14:1-3 വരെ കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക, അതായത് യേശുവിൽ വിശ്വസിക്കുക. കാരണം എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നമുക്ക് അടിക്കടി ഉയരണോ? യേശുവിനെ ആദ്യം വിശ്വസിക്കുക. വചനത്തിൽ, പിതാവായ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് പിതാവായ ദൈവത്തെയും പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കും. വചനം കേൾക്കുക വഴിയാണ് യേശുവിൽ വിശ്വാസം ഉണ്ടാകുന്നത്. ആ യേശുവിനെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ പിതാവായ ദൈവത്തെ യേശു നമുക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 10:9-10 വചനങ്ങൾ നമുക്കത് ശ്രദ്ധിച്ച് കേൾക്കാം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു. ഈ വചനത്തെക്കുറിച്ച് നമുക്ക് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഒന്ന് മനസ്സിലാക്കാം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വചനം നമുക്ക് ശ്രദ്ധിക്കാം. 1 കൊറിന്ത്യസ് 15:4, 5, 6 വചനങ്ങളിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. യേശു കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ ഇതുവഴി ഇവരുടെ ഈ ശിഷ്യന്മാരുടെ സാക്ഷ്യങ്ങൾ വഴി കർത്താവായ യേശു സംസ്കരിക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റപ്പെട്ടവനാണെന്നുള്ളത് എല്ലാ മനുഷ്യർക്കും, ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അതുവഴി ബോധ്യപ്പെട്ടു. ശിഷ്യന്മാരാണ് അതിന് സാക്ഷികളായി തീർന്നിരിക്കുന്നത്. തുടർന്ന് പറയുന്ന ഒരു വചനവും കൊണ്ടുണ്ട്, അത് നമുക്ക് ശ്രദ്ധിക്കാം. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. ഗലാത്യരുടെ ലേഖനം 2:16 വചനം ഇങ്ങനെ പറയുന്നത്, നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയില്ല അല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. നിയമാനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത്. എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല. അത് നമ്മൾക്കെല്ലാം ഒരു ധാരണയുണ്ട്, നിയമം അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നീതീകരിക്കപ്പെടും. ഇല്ല, നിയമം അനുസരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അനുഷ്ഠിച്ചതുകൊണ്ടും കാര്യമില്ല. വചനത്തിനനുസരിച്ച് ജീവിതം നയിക്കണം. വചനത്തിൽ നിയമമാണുള്ളത്, പിതാവായ ദൈവത്തിൻ്റെ നിയമമാണുള്ളത് വചനത്തിലുള്ളത്. അത് അനുസരിച്ച് ജീവിക്കണം നമ്മൾ.
അതിൽ ധാരാളം അനുഷ്ഠാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ അനുഷ്ഠാനങ്ങൾ നടത്തിയതുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടില്ല. വചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തിയാൽ മാത്രമേ നിത്യരക്ഷയെ പുൽകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഗലാത്യർക്ക് ലേഖനത്തിൽ 2-ാം അധ്യായം 16 ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് ഈ രക്ഷ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 31-32 വചനങ്ങൾ. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം യേശുവിനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അവിടുന്ന് പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. അപ്പോൾ 2 സാക്ഷികളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ശിഷ്യന്മാരുണ്ട് സാക്ഷികളായിട്ട്, 2 പരിശുദ്ധാത്മാവും. ആർക്കെല്ലാം ഈ വചനത്തെ അനുസരിക്കുന്നുണ്ടോ അവർക്കെല്ലാം നൽകപ്പെട്ടതായ പരിശുദ്ധാത്മാവും ഇതിന് സാക്ഷിയാണെന്നും. എന്തിന്? നിത്യരക്ഷയ്ക്ക് സാക്ഷിയാണെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം യേശുവിനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. എബ്രായ ലേഖനം 4:14 അത് പറയുന്നുണ്ട്. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. അപ്പോൾ ശ്രേഷ്ഠ പുരോഹിതനായ യേശു സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥനായി ഉള്ളതുകൊണ്ട് നമുക്ക് അനുതപിച്ചാൽ, പാപം ചെയ്തു കഴിഞ്ഞാൽ അനുതപിച്ചു കഴിഞ്ഞാൽ പിതാവിൻ്റെ മുമ്പിൽ കർത്താവായ യേശു മധ്യസ്ഥം വഹിച്ച് പാപമോചനം വാങ്ങിച്ചു തരും. തുടർന്ന് പറയുന്നത് കേൾക്കാം നമുക്ക്. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. ആ കർത്താവായ യേശു നമുക്ക് പാപമോചനം നൽകുന്നവനാണെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ സാക്ഷികളാണെന്ന്. കാരണം അനേകരുടെ പാപമോചനം വഴിയായിട്ട് അവർക്കെല്ലാം ഒരു രോഗസൗഖ്യവും പാപസൗഖ്യവും കർത്താവ് കൊടുത്തതായിട്ട് അവരുടെ ജീവിതത്തിൽ തന്നെ അവർ കണ്ടു. 3 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ അവർ നടന്നതിന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. മഗ്ദലന മറിയം, സക്കേവൂസ്, നല്ല കള്ളൻ, അതുകൂടാതെ മറ്റ് പല വ്യക്തികൾ, അനേകർ, കുഷ്ഠരോഗികൾ, കൂടാതെ തളർവാദം പിടിപെട്ട് കിടന്നവർ, ഇവരെല്ലാവരും വളരെയേറെ പാപനിബദ്ധമായ ജീവിതം നയിച്ചിരുന്ന വ്യക്തികളാണ്. അവർക്കെല്ലാവർക്കും കർത്താവ് പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴായിരുന്നു അവർക്കെല്ലാം രോഗസൗഖ്യം കിട്ടിയിരുന്നത്. അപ്പോൾ അവർ പാപം നിമിത്തമാണ് രോഗികളായി തീർന്നതെന്ന് കണ്ടിരുന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് അവരുടെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം കർത്താവായ യേശു കൊടുത്തപ്പോൾ അവർക്ക് അനുതാപം ഉണ്ടായി. അനുതാപം വഴി അവർക്ക് പാപമോചനം ലഭിച്ച്, കൂടാതെ അവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും സാധിച്ച് രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു. അതാണ് ഇവർ സാക്ഷ്യം പറയുന്നത്. ഞങ്ങളും സാക്ഷികളാണ്, കൂടാതെ പരിശുദ്ധാത്മാവും സാക്ഷിയാണെന്ന് അവരെടുത്ത് പറഞ്ഞത്. തുടർന്ന് നമുക്ക് അടുത്ത വചനത്തിലേക്ക് പോകാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശു ആരാധന. അപ്പോൾ പുതിയ നിയമത്തിലെ ഇസ്രായേലായ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത വചനം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. റോമാലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 14-15 വചനങ്ങളിൽ ഇത് പറയുന്നുണ്ട്. എന്താണ് നിദ്ര വിട്ട് ഉണരേണ്ട അവസ്ഥയെക്കുറിച്ച് പൗലോസ് പഠിപ്പിക്കുകയാണ്. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. അതിനാൽ നിങ്ങൾ അവിവേകികളെപ്പോലെ ആകാതെ വിവേകികളെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കുവിൻ. ഇതാണ് നമ്മൾ നിദ്ര വിട്ട് ഉണർന്ന് ചെയ്യേണ്ട കാര്യം. തുടർന്ന് രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിക്കാം. എന്താണ് അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയെന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ജോബിൻ്റെ പുസ്തകം 24-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വചനത്തിൽ അത് പറയുന്നുണ്ട്. പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട്. ദരിദ്രരെയും നിരാലംബരെയും കൊല്ലുന്നതിന് കൊലപാതകി നേരം വെളുക്കുന്നതിന് മുൻപേ ഉണരുന്നു. രാത്രിയിൽ അവൻ മോഷണം നടത്തുന്നു. ആരും എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു.
അവൻ മുഖം മൂടി അണിയുന്നു. രാത്രിയിൽ അവർ വീടുകൾ തുറക്കുന്നു. പകൽ സമയം കതകടച്ച് മുറികളിൽ കഴിയുന്നു. അവർ പ്രകാശം കാണുന്നില്ല. കടുത്ത അന്ധകാരമാണവരുടെ പ്രഭാതം. അന്ധകാരത്തിൻ്റെ ക്രൂരതകളുമായിട്ടാണ് അവരുടെ കൂട്ടുകെട്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്നവർ. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ റോമാലേഖനം 1-ാം അധ്യായം 21 മുതൽ 32 വരെ വായിച്ചാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളുടെ പൂർണ്ണ രൂപം മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തുടർന്ന് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. എഫേസ്യർക്കെതിരെ ലേഖനം 6-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വചനത്തിൽ പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ എന്താണെന്ന് പറയുന്നുണ്ട്. എഫേസ്യർ 6-ാം അധ്യായം 13 മുതൽ 18 വരെ. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിലുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തപ്പി അണിയുക. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാലെടുക്കുക. പിന്നെ അടുത്ത ആയുധമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപേക്ഷകളോടും യാചനയോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതാണ് ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ. ഇത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായാൽ നമുക്ക് എന്തുണ്ട്? പുതിയ നിയമത്തിൽ ഇസ്രായേലായ നമുക്ക് നിത്യരക്ഷ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തുടർന്ന് നമുക്ക് മുൻപേയിൽ നിന്നുള്ള തുടർച്ച നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 8 മുതൽ 9 വരെ. പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തുപ്പയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്തെന്നാൽ നാം ക്രോധത്തിന് ഇരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മൾ പകലിൻ്റെ മക്കളായിട്ട് ജീവിക്കണമെന്നാണ്. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചം ധരിച്ച് രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തുപ്പയും ധരിച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് രക്ഷയുടെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക. അടുത്തത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. റോമാലേഖനം 13-ാം അധ്യായത്തിൽ 13-ാം വചനമാണ് നമ്മൾ കേട്ടത്. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ലൂക്കാസ് സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പ്രത്യേകമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാലയളവിൽ വളരെയേറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സുഖലോലുപതയിൽ മനുഷ്യൻ കടന്ന് ഓടുക, മദ്യാസക്തിയിൽ മതിച്ച് ജീവിക്കുക. അതിനേക്കാളേറെ പ്രയാസമുള്ളൊരു കാര്യമാണ് ജീവിത വ്യഗ്രത. ഈ പറഞ്ഞ 3 കാര്യത്തിൽ ഇന്നുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കുറവുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആകുന്നതും വേഗം ഇങ്ങനെയുള്ള സുഖലോലുപതയിൽ നിന്ന് ഒഴിവാകുക, മദ്യാസക്തിയിൽ നിന്ന് ഒഴിവാകുക, ജീവിത വ്യഗ്രതയിൽ നിന്ന് ഒഴിവാകുക. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളാണ്. ആ ശരീരത്തിൻ്റെ പ്രവണതയ്ക്ക് അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശരീരത്തോട് കടപ്പെട്ടവരല്ല, നമ്മൾ ആത്മാവിനോട് കടപ്പെട്ടവരാണ്. ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. അല്ല എങ്കിൽ നിത്യരക്ഷയിൽ പ്രവേശിക്കില്ല. അടുത്ത വചനം നമുക്ക് ശ്രദ്ധിക്കാം. റോമാലേഖനം 13-14. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. യേശു ക്രിസ്തുവിനെ ധരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഗലാത്യർക്ക് ലേഖനം 2-ാം അധ്യായം 20 പറയുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഇങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനെ ധരിക്കേണ്ടത്. ഞാനായിരിക്കുന്നത് ഇനി ജീവിക്കേണ്ടത്, ക്രിസ്തു ആയിരിക്കണം ജീവിക്കേണ്ടത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അടുത്ത വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഈ വചനത്തിൽ തന്നെ റോമാലേഖനം 13-14 ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയും. അതിനെക്കുറിച്ച് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 1-ാം അധ്യായം 14-15 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് വായിക്കാം.
ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം യാക്കോസ്യ പറയുന്നത്. 15. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിച്ച് മരണത്തെ ജനിപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്താണ് അതിൻ്റെ പ്രോസസ്സിങ്? ദുർമോഹം നമ്മുടെ ഹൃദയത്തിൽ ഗർഭം ധരിക്കും. ഹൃദയത്തിലാണ് അത് ഗർഭം ധരിക്കുന്നത്. ദുർമോഹം നമ്മുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വസിക്കേണ്ട ഹൃദയത്തിൽ അത് ഗർഭം ധരിക്കും. പിന്നെന്താണ്? അത് പാപത്തെ പ്രസവിക്കാൻ തുടങ്ങും. ചെറിയ ചെറിയ പാപങ്ങളായിരിക്കും ആദ്യം പ്രസവിച്ച് പുറത്ത് വീഴുന്നത്. പിന്നെ എന്ത് പറ്റും? പിന്നെ പറയുന്നതാണ് പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കും. പാപം അങ്ങനെ വലുതാകാൻ തുടങ്ങും. വലുതായി 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 മരണത്തിൽ തീരുന്നു. അതാണ് ആ പറഞ്ഞത്. പ്രൈസ് ലോർഡ്. തുടർന്ന് നമുക്ക് കുരിശിൻ്റെ വചനത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന വചനമാണ് അടുത്തത്. 1 കൊരിന്ത്യർ 1 18 കൂടാതെ 21 കൂടി നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. തുടർന്ന് നമുക്ക് സമാപിപ്പിക്കാം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. 21 പറയുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ ദൈവത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ ദൈവം തിരുമനസ്സായി. നമുക്കതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. 1 കൊരിന്ത്യർ 1 18. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക്, ആരാണ് നാശത്തിലൂടെ ചരിക്കുന്നത്? നമുക്ക് നോക്കാം. സുഭാഷിതം 2 13, 14, 15 നാശത്തിലൂടെ ചരിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. നാശത്തിലൂടെ ചരിക്കുന്നവരാകട്ടെ ഇരുളിൻ്റെ വഴികളിൽ ചരിക്കാൻ സത്യസന്ധതയുടെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നു. അവർ തിന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും അതിൻ്റെ വൈകൃതത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അവരുടെ വഴികൾ കുടിലമാണ്, അവർ നേർവഴി വിട്ട് നടക്കുന്നു. കാരണം എന്താണെന്ന് അടുത്ത വചനത്തിൽ സങ്കീർത്തനം 119, 155 പറയുന്നുണ്ട്. രക്ഷ ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക്, നാശത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് വചനത്തോട് എപ്പോഴും വെറുപ്പും അറപ്പുമായിരിക്കും. അവരത് കേൾക്കുമ്പോഴേ എഴുന്നേറ്റ് പോയി കളയും. എനിക്കൊരുപാട് അനുഭവമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പല സ്ഥലങ്ങളിലും പല യൂണിറ്റുകളൊക്കെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ വചനത്തിൻ്റെ ഇതങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ ദൈവവചനം കൂടെ ആരംഭിക്കുക തന്നെ 3-4 പേരും കൂടെ എഴുന്നേറ്റ് പോയി കളയും. വാക്കൗട്ട് നടത്തുന്ന പോലെ, നമ്മളെ നിയമസഭയിലൊക്കെ വാക്കൗട്ട് നടത്തുന്ന പോലെ എഴുന്നേറ്റ് അങ്ങോട്ട് പോയി കളയും. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തോട്ടിറങ്ങി ഒരു 2-3 മണിക്കൂറിന് ശേഷം അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അവർ ഈ പറഞ്ഞ പോലുള്ള നാശത്തിലൂടെ ചരിക്കുന്ന വ്യക്തികളാണ്. 2-3 മണിക്കൂർ കഴിയണം ഈ സംഭവം നടത്തുന്നതിന് ശേഷം. അപ്പോൾ അവരെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വിഷമം തോന്നാറില്ല. അവരെഴുന്നേറ്റ് പോയി വാക്കൗട്ട് നടത്തിയതുകൊണ്ട് പ്രയാസം തോന്നില്ല. കാരണം കർത്താവ് തന്നെ അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ടല്ലോ അവരുടെ പ്രവൃത്തികൾ എന്താണെന്ന്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അടുത്തത്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ ദൈവത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ ദൈവം തിരുമനസ്സായി. 1 കൊരിന്ത്യർ 1 25 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി ദൈവം ഒരുപാട് പേരെ രക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ എങ്ങനെയുള്ളവരാണ് ഇവരുടെ മുൻപിൽ ഭോഷത്വമായിട്ടുള്ള വചനം സ്വീകരിക്കുന്നത്? അങ്ങനെ സാധുക്കളായിട്ടുള്ള മനുഷ്യർ. ബാരൂക്ക് പ്രവചനം 2 18 പറയുന്നുണ്ട്. കണ്ണ് കുഴിഞ്ഞവരും കവിളൊട്ടിയവരും ഭക്ഷണം കഴിക്കാതെ വയറൊട്ടിയവരൊക്കെയാണ് കർത്താവിൻ്റെ വചനം സ്വീകരിക്കുന്നത്. തീരെ നിർദ്ധരായിട്ടുള്ളവർ, അവർക്ക് മതി ദൈവത്തിൻ്റെ വചനം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് ആർഭാടതയിലും സുഖലോലുപതയിലേക്ക് ജീവിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമായിട്ട് തോന്നുകയുള്ളൂ. അവരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കുരിശിൻ്റെ വചനം അവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ലെന്ന്. അപ്പോൾ 2 വിഭാഗം ജനങ്ങൾ ഈ ലോകത്തിലുണ്ടെന്ന്
ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ 2 വിഭാഗം ജനങ്ങളെക്കുറിച്ച് മത്തായി വിശേഷം 13 37 38 39 അത് പറയുന്നുണ്ട്. യേശു പറഞ്ഞു, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്. വയൽ ലോകവും നല്ല വിത്ത് ദൈവരാജ്യത്തിൻ്റെ പുത്രന്മാരും കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരുമാണ്. കള വിതച്ച ശത്രു പിശാചാണ്. അപ്പോൾ ഈ ഉപമയിൽ നിന്ന് 2 തരം മനുഷ്യർ ഈ ലോകത്തിലുണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കി തരുവാണ് കർത്താവ്. അത് മനസ്സിലാക്കി നമ്മൾ ഏത് തരത്തിൽപ്പെട്ട വിത്തായിട്ട് മാറണം, കളയായിട്ട് മാറണോ അല്ലോ നല്ല വിത്തായിട്ട് മാറണോ തീരുമാനമെടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വജനായ കർത്താവായ ദൈവമേ, ഞങ്ങൾ കേട്ട വചനത്തിലൂടെ സുവിശേഷത്തിൻ്റെ ശക്തി എന്തെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. വചനത്തിനെതിരായുള്ള ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പാളിച്ചകൾ അവിടുത്തെ കാരുണ്യത്താൽ തിരുത്താൻ തിരുമനസ്സാകണമേ. തുടർന്നുള്ള ജീവിതം ലൗകിക മോഹങ്ങളുടെയും വൈകൃത മാർഗങ്ങളുടെയും വഴികളിൽ പെടാതെ ഞങ്ങളെ കാക്കണമേ. അവിടുത്തെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ജീവിച്ചു വാഴുന്ന നിത്യദൈവമായ യേശുവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദൈവമേ സ്തോത്രം, യേശുവെ സ്തോത്രം, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ.